പ്രകാശ് SP ലോകനാഥനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, 1973 മുതൽ 1979 വരെയുള്ള 6 വർഷങ്ങളിൽ ഏകദേശം ഇപ്പോൾ നടക്കുന്നത് മാതിരിയുള്ള 9 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാവരെയും കൊലപ്പെടുത്തിയിരിക്കുന്നത് കയറുകൊണ്ട് കഴുത്തു മുറുകിയാണ്. ഈ ഫയലുകളിൽ നിന്നും കൊല്ലപ്പെട്ടവരുടെ ഫോട്ടോസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. മറ്റ് ഡീറ്റെയിൽസ് ഒന്നുമില്ല. കൊല്ലപ്പെട്ടവരിൽ ചിലരുടെ മാത്രമേ കൈകൾ കൂട്ടിക്കെട്ടിയിട്ടുള്ളൂ. 1979 ശേഷം ഇതുപോലുള്ള കൊലപാതകങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ കേസുകൾക്കും ഇപ്പോൾ നടക്കുന്ന കേസുകൾക്കും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ അന്ന് മരണപ്പെട്ടവരുടെ എല്ലാം പ്രായം ഏകദേശം 40നും 60നും ഇടയ്ക്കാണ്. ഈ 9 കൊലപാതകങ്ങളും വേറെ വേറെ ജൂറിസ്ഡിക്ഷനിലാണ് നടന്നിരിക്കുന്നത്. എന്നാലും ഈ കേസെല്ലാം അന്വേഷിച്ചത് ജോൺ സെബാസ്റ്റ്യൻ എന്ന ഇൻസ്പെക്ടർ ആണെന്ന് പറഞ്ഞ് പ്രകാശ് അയാളുടെ അഡ്രസ് SP കൊടുക്കും. SP അഡ്രസ് വാങ്ങിച്ച ശേഷം വീണയോട് ഈ കേസിൽ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും പ്രകാശിനോട് ഈ ഫയലുകൾ ഒന്നുകൂടെ പരിശോധിച്ച് കില്ലർ ഏതെങ്കിലും പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ പറഞ്ഞ് പണ്ട് കേസ് അന്വേഷിച്ച ഇൻസ്പെക്ടർ ജോൺ സെബാസ്റ്റ്യനെ കാണാൻ ലോകനാഥൻ അവിടെ നിന്നും പോകും. പ്രകാശ് ഒരിക്കൽ കൂടെ ആ ഫയലുകൾ പരിശോധനയ്ക്കായി എടുത്തപ്പോൾ പണ്ട് കൊല്ലപ്പെട്ടവരുടെ കഴുത്തിൽ ഒരു ചതഞ്ഞ പാട് ശ്രദ്ധിക്കും. അതേ ചതഞ്ഞ പാട് ഇപ്പോൾ കൊല്ലപ്പെട്ടവരുടെ കഴുത്തിലും കണ്ടപ്പോൾ ആ ഫോട്ടോസുമായി പ്രകാശ് തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറെ ചെന്ന് കാണും.